ശബരിമലയിൽ ഒരാൾക്ക് 20 ടിൻ അരവണ മാത്രം നൽകുന്ന തീരുമാനം ദേവസ്വം ബോർഡ് തുടരും. എല്ലാവർക്കും അരവണ ലഭ്യമാക്കുന്നതിനാണ് ഇത്തരമൊരു ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ശബരിമല തീർത്ഥാടന കാലം ആരംഭിച്ച ശേഷം ഇതുവരെ ലഭിച്ച വരുമാനം 210 കോടി രൂപയായി. തീർത്ഥാടന കാലത്തിന്റെ ആദ്യ ആഴ്ചയിൽ അരവണ വിൽപ്പനയിൽ പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളില്ലായിരുന്നു. 45 ലക്ഷം അരവണ കരുതൽ ശേഖരവുമായാണ് ഈ വർഷത്തെ തീർത്ഥാടന കാലം ആരംഭിച്ചത്. 3.5 ലക്ഷം ടിൻ അരവണ വിൽപ്പനയാണ് ഒരു ദിവസം പ്രതീക്ഷിച്ചതെങ്കിലും 4.5 ലക്ഷം ടിൻ അരവണ വിറ്റു. ഇത് കരുതൽ ശേഖരം പെട്ടെന്ന് കുറയാൻ കാരണമായി. അരവണ നിർമ്മാണ പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഒരാൾക്ക് 20 ടിൻ അരവണ മാത്രം നൽകുന്ന തീരുമാനമാണ് ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരിക്കുന്നത്. അരവണ വിതരണത്തിന് ചെറിയ നിയന്ത്രണം ഇപ്പോൾ വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ യാതൊരു നിയന്ത്രണമില്ലാതെ കൊടുത്തുകൊണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് ഇത്തിരി തെറ്റുപറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 40ഉം 60ഉം ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോയ, കാരണം 10ന്റെ പാക്കറ്റ് ആയതുകൊണ്ട് സൗകര്യം കൊണ്ട് ആളുകൾ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോയി നമ്മളും അത് കൊടുത്തു. പക്ഷേ കരുതൽ ശേഖരം കുറഞ്ഞുകൊണ്ട് വരുന്നു. നമ്മുടെ ഉൽപ്പാദനം 3 ലക്ഷത്തിൽ കൂടുന്നില്ല. ഒരു ദിവസം 4 ലക്ഷമാണ് വിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് 1 ലക്ഷം വെച്ച് നമ്മുടെ കരുതൽ ശേഖരം കുറയും. ആ ഒരു സാഹചര്യത്തിലാണ് 20 അരവണയായിട്ട് നിർത്താം എന്ന് ഒരു ധാരണ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ മണ്ഡലപൂജ വരെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ക്രൈസിസ് ഇല്ലാതെ പോകും. അതല്ല, അനിയന്ത്രിതമായി കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് പേരെ നമുക്ക് നിരാശരാക്കേണ്ടി വരും. 10 ലക്ഷത്തിലധികം അരവണ ടിന്നുകൾ കരുതൽ ശേഖരത്തിലുണ്ട്. മണ്ഡലപൂജ അടുക്കുന്ന സാഹചര്യത്തിലുണ്ടാകുന്ന ഭക്തരുടെ എണ്ണത്തിലെ വർധനവ് കണക്കിലെടുത്താണ് നിലവിലെ ക്രമീകരണം തുടരുന്നത്. അതിനിടെ ശബരിമല തീർത്ഥാടനത്തിലെ വരുമാനത്തിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വർധനവുണ്ടായി. ആകെ വരുമാനം ഇതുവരെ 210 കോടി രൂപ. അതിൽ 106 കോടി രൂപയും അരവണ വിൽപ്പനയിലൂടെയാണ് ലഭിച്ചത്. മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.